ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആഫ്ലക്. ഞാൻ 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കഥ പറയാനാണ്. കഥയുടെ പേരാണ് സ്നേഹം. പണ്ടൊരു നാട്ടിൽ ഒരു കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. അന്നൊരു ദിവസം കർഷകൻ ഭക്ഷണം തിന്നാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കതവിൽ ആരോ മുട്ടി. ആരുമില്ലേ ഇവിടെ? അപ്പോൾ കർഷകൻ പറഞ്ഞു, നീ പോയി നോക്കിയിട്ട് വാ. ഭാര്യ ചെന്ന് നോക്കുമ്പോൾ 4 യുവാക്കൾ. നിങ്ങൾ ആരാ? എന്തിനു വന്ന? ഞങ്ങൾ ദൂരെ നിന്ന് വന്ന. ഞങ്ങളുടെ പേരാണ് സ്നേഹം, സമാധാനം, ഐശ്വര്യം, ധനം. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം, കൂടെ നല്ല ഭക്ഷണം. പക്ഷെ ഞങ്ങളിൽ ഒരാളെ മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ. ഭാര്യ ഇതെല്ലാം കേട്ടു അകത്തേക്ക് കയറിപ്പോയി ഭർത്താവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഭാര്യ പറയാ, നമുക്ക് ധനത്തെ വിളിച്ചാലോ, നമ്മളെ കഷ്ടപ്പാടെല്ലാം പോയി കിട്ടുമല്ലോ. അപ്പോൾ ഭർത്താവ് പറയും, ഒന്ന് സാധാരണക്കാരല്ല, ഞാൻ ആലോചിച്ച് നോക്കട്ടെ. കർഷകൻ ഇത്ര നേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, നീ പോയി സ്നേഹത്തിനെ വിളിച്ചുകൊണ്ട് വാ. ഭാര്യ മനസ്സില്ല മനസ്സോടെ പോയി സ്നേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. സ്നേഹത്തിൻ്റെ പിന്നാലെ സമാധാനം കയറി. അപ്പോൾ ഐശ്വര്യം ഓടിക്കയറി. അപ്പോൾ ധനം പറയാ, ഇവർ 3 പേരും പോയപ്പോൾ ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യാനാ? അങ്ങനെ ധനോ ഉള്ളിലേക്ക് കയറി. അങ്ങനെ കർഷകൻ വലിയ പണക്കാരനായി സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? സ്നേഹമുള്ളിടത്താണ് സമാധാനം, ഐശ്വര്യം, ധനം, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക. മാന്യ സദസ്സിന് നന്ദനം.